ഓക്കെ, പാർട്ട് സിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇവല്യൂഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത് ഈ ഒരു ഫീച്ചേഴ്സ് എഴുതാനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എന്ത് ടൈപ്പ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്? ലോങ്ങസ്റ്റ് ആണ് അല്ലേ, വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളൊരു പോയിന്റ് ചെയ്ത്. ലാർജസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡും കൂടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് 448 ആർട്ടിക്കിൾസ് ഉണ്ട്, 25 പാർട്സ് ആണ്, 12 ഷെഡ്യൂൾസ് ആണെന്നുള്ളത് എഴുതുക. ദെൻ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നുള്ള പോയിന്റ് എഴുതുക. അതായത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് എന്ത് അമെൻമെന്റ്. അതായത് റിജിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫിക്കൾട്ട് ടു അമെൻഡ് ഓർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് റിജിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലെക്സിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി അമെൻഡ് ഈസിലി, കുറച്ച് എളുപ്പത്തിൽ അമെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി കൂടി എന്നുള്ളത് പാത്രമാക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ലോ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷനാണ്. അതിന് 2 ചേമ്പേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 2 ഹൗസസ് ആണുള്ളത്. ഏതൊക്കെയാണ് ഹൗസസ്? ലോകസഭ, രാജ്യസഭ. അപ്പോൾ നിയമം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓർഗനൈസേഷനാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ചേമ്പേഴ്സ് ഉണ്ട്, ലോകസഭ, രാജ്യസഭ. ലോകസഭ പറഞ്ഞാൽ നമുക്ക് ഹൗസ് ഓഫ് പീപ്പിൾ ആണ്, രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ആ പോയിൻ്റൊക്കെ എഴുതുക. അപ്പോൾ ഇന്ത്യക്കുള്ളത് ഒരു ബൈ ക്യാമറൽ ലെജിസ്ലേച്ചേഴ്സ് ആണ്, ബാക്കിയുള്ളതിനൊക്കെ ഒരു സിംഗിൾ ഹൗസ് ആണുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ സിംഗിൾ ഹൗസ് ആണുള്ളതെന്ന് അവിടെ എഴുതി വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതി വയ്ക്കുക. ഫെഡറൽ യൂണിറ്ററി ആണ്, പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് ജുഡീഷ്യറി, ഏകീകൃതമായിട്ടുള്ള ഒരു കോടതി വ്യവസ്ഥിതി ഉണ്ട്. സിറ്റിസൺഷിപ്പ്, ഇവിടെ സിറ്റിസൺ ആവണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ പാലിക്കണം. പിന്നെ എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്, അതായത് എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലുള്ള കുറേ പ്രൊവിഷൻസൊക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാർട്ട് സിയിൽ ഏകദേശം എഴുതേണ്ടത്. ഇനി അടുത്ത് പറയുന്നത് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം എന്നുള്ളത് ഈ ഒരു ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ലോക്സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകമാണല്ലേ. അപ്പോൾ എന്താ ഹൗസ് ഓഫ് പീപ്പിൾ, ലോകത്ത് കൂടുതലുള്ള ജനങ്ങളാണല്ലേ. അപ്പോൾ ലോകത്തായിരിക്കും ജനങ്ങളുടെ എണ്ണം കൂടുതൽ. സോ ആ ഒരു ക്ലൂ വെച്ചിട്ട് എന്ത് എഴുതുക? ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് ലോകസഭ അറിയപ്പെടുന്നത്, ലോകം. ആൻഡ് രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണല്ലേ. അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണത്. അപ്പോൾ നമുക്ക് രാജ്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്റ്റേറ്റുകളാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ. സോ രാജ്യസഭ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ലോക്സഭയുടെ അധ്യക്ഷനായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്നതാണ് ലോക്സഭാ സ്പീക്കർ എന്നുള്ള ഒരു സ്ഥാനപ്പേര്. ആൻഡ് രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയ്ക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയർമാൻ എന്നാണ് ആ ഒരു പൊസിഷൻ അറിയപ്പെടുക. ഇനി ലോകമാണ്, ലോകത്തിലെ എണ്ണം കൂടുതലായിരിക്കും. സോ 552 2 അഞ്ചുകൾ എന്നുള്ള രീതിയിൽ ആ നമ്പർ ഓർത്ത് വയ്ക്കുക. 552 ആണ് അവിടുത്തെ മാക്സിമം സ്ട്രെങ്ത്. അപ്പോൾ അതിൻ്റെ 500ന്റെ പകുതി 250 എവിടെയുള്ളൂ? നമ്മുടെ രാജ്യസഭയിലുള്ളൂ. അത് ആലോചിച്ച് വയ്ക്കുക. പിന്നെ നമ്മുടെ രാജ്യസഭയിൽ നമുക്കറിയാം പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രായമേറിയ നേതാക്കളാണ് കൂടുതൽ അല്ലേ. സോ 30 ഇയർ ആണ് എന്ത് മിനിമം ഏജ്. ഈ ഒരു രാജ്യസഭയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് 30 വയസ്സ് വേണം. ലോക്സഭയിൽ നേരെ തിരിച്ചാണ്, 25 വയസ്സ് മതി മിനിമം ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലോക്സഭ എന്ന് പറയുന്നത്, ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അത് കഴിഞ്ഞാൽ ലോക്സഭ പിരിച്ചുവിടും. ആൻഡ് രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ബോഡിയാണ്. അവിടെ പിരിഞ്ഞു പോകും, 2 വിഭാഗം ആൾക്കാർ പിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു പെർമനന്റ് ബോഡി ആയതുകൊണ്ട് മൊത്തത്തിൽ പിരിച്ചുവിടാൻ കഴിയാത്തൊരു ബോഡിയാണ് എന്ത് രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു പോയിന്റ് എഴുതുക. നിങ്ങൾ എന്ത് എഴുതുക? രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ബോഡി എന്നുള്ളൊരു പോയിന്റ് എഴുതുക. പിന്നെ ഇതിൽ ലോക്സഭയിലേക്ക് ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അല്ലേ. സോ മെമ്പേഴ്സ് ഇലക്റ്റഡ് ത്രൂ ഡയറക്റ്റ് ഇലക്ഷനാണ് ബൈ ദ എലിജിബിൾ വോട്ടേഴ്സ്. എലിജിബിൾ ആയിട്ടുള്ള വോട്ടർമാർ, നമ്മളെപ്പോഴുള്ള വോട്ടർമാർ ഡയറക്റ്റ് ഇലക്ഷനിലൂടെ വോട്ട് ചെയ്തിട്ടാണ് ആരിനെ സെലക്ട് ചെയ്യുന്നത്? ലോക്സഭ മെമ്പേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് രാജ്യസഭയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഇലക്റ്റഡ് ഇൻഡയറക്ട്ലി ഈ അസംബ്ലീസ്, സ്റ്റേറ്റിലെയും യൂണിയൻ ടെറിട്ടറിയിലും ഉള്ള അസംബ്ലിയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തിട്ടാണ് രാജ്യസഭയിലേക്ക് അവിടുത്തെ MP മാരിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വിത്ത് എക്സാമ്പിൾ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ഒരു എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. തിരഞ്ഞെടുപ്പ് വരികയാണ്, സോ ഇലക്ഷൻ കമ്മീഷന് പ്രാധാന്യമുണ്ട്, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. സോ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 അതിൽ ആരായിരിക്കും? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 സാധാ ഇലക്ഷൻ കമ്മീഷണേഴ്സും ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ പ്രധാന ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ളതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അത് ഒരാളായിരിക്കും. ബാക്കി 2 സാധാ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലുള്ള അംഗങ്ങളാണ് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത്
ഇവരെല്ലാം ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയൊക്കെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഒന്നില്ലെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 65 വയസ്സായാൽ പിരിഞ്ഞു പോകണം. അല്ലെങ്കിൽ ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് ആയിരിക്കും അവരെ പിരിഞ്ഞു പോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവർ എവിടേക്കുള്ള ഇലക്ഷൻസ് ആണ് നടത്തുക? ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭ, രാജ്യസഭ ഇലക്ഷൻസ്, പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരെന്നെയായിരിക്കും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയായിരിക്കും. ഏതാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും. ഓക്കെ. പിന്നെ പ്രസിഡന്റ്, ഓഫീസസ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിന്റെ ഓഫീസിലേക്കുള്ള ഇലക്ഷൻ, ഇവിടേക്കൊക്കെയുള്ള ഇലക്ഷൻ ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ എവിടേക്കുള്ള ഇലക്ഷനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മറ്റേത് ആർട്ടിക്കിൾ 21. നമുക്കറിയാം ലൈഫ് ആൻഡ് ലിബർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കുക. അപ്പം ഈ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് നമ്മൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തുള്ള പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നല്ലതായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം കടമെടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വലിപ്പമാർന്നതായത്. സോ കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തത് എന്താണ്? അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കാനഡയിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ കാനഡയ്ക്ക് എന്തോ ഒരു പവർ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഓർത്ത് വയ്ക്കുക, പവേഴ്സ് എന്നുള്ള എന്തോ ഓർത്ത് വയ്ക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ്റിന് സ്റ്റേറ്റിന് എന്തൊക്കെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ എടുത്തിരിക്കുന്നത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ ഓസ്ട്രേലിയ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു ഫ്രീഡമാണ് തോന്നുന്നത് അല്ലേ? നല്ലൊരു കൂളായിട്ടുള്ളൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് തോന്നുന്നത്. അപ്പോൾ ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെയാണല്ലേ? സോ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ജർമ്മനി ആരെന്നാണ്? ഹിറ്റ്ലറുടെ ആണല്ലേ? സോ അവിടെ എപ്പോഴും അടിയന്തരാവസ്ഥ ആയിരിക്കണം അല്ലേ? അപ്പോൾ എന്താ എമർജൻസി പ്രൊവിഷൻ നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് ജർമ്മനിയിൽ നിന്നാണ് ഓർത്ത് വയ്ക്കുക. പിന്നെ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അവർ ഫ്രഞ്ച് റവല്യൂഷനിൻ്റെ ആശയം എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ? അതൊക്കെയായിരുന്നു ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി എന്നുള്ള ആശയം ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ്. പിന്നെ അമേരിക്കയിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ റഷ്യയും ഇന്ത്യയും പണ്ടേ തന്നെ സുഹൃത്തുക്കളാണല്ലേ? അപ്പോൾ അവർ ഒരേ ഡ്യൂട്ടികളാണ് ചെയ്തിരുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. ഓക്കെ. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ വരുന്നത് RTE ആക്റ്റും റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്റ്റും കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ രണ്ട് ആക്ടുകൾ എന്താണെന്ന് വിശദീകരിക്കുക. അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളായി നാം ചെയ്യേണ്ടെന്നുള്ള കുറച്ച് ഡ്യൂട്ടീസാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നത് അല്ലേ? അപ്പോൾ അതിൽ മലയാളത്തിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും. അതായത് ഭരണഘടന അനുസരിക്കുന്നതിന് ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും, അതായത് നമ്മൾ എന്തിനൊക്കെയാണ് ബഹുമാനിക്കേണ്ട ഒന്നാം തരത്തിൽ. അതായത് നമുക്ക് ദേശീയ പതാക, ഓക്കെ, ദേശീയ പതാക നാഷണലിസത്തിൻ്റെ ഒരു ചിഹ്നമാണല്ലേ ദേശീയ പതാക, ദേശീയ ഗാനം, അതിനെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. പിന്നെ ഭരണഘടന അനുസരിക്കണം. പിന്നെ അതിൻ്റെ ഭരണഘടനയിൽ പറയുന്ന ആദർശങ്ങളും പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ബഹുമാനിക്കുക തന്നെ വേണം. അപ്പോൾ ദേശീയ പതാക, ദേശീയ ഗാനം, ഈ ഭരണഘടന പരാമർശിക്കുന്ന ആദർശങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇന്ത്യയിലെ ജനങ്ങളാണ് നമ്മൾ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ബഹുമാനിക്കണം. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നേടുത്തുന്ന കുറേ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണല്ലേ? സോ അവർ ഉപയോഗിച്ച ആദർശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വിലമതിക്കുകയും വേണം, പിന്തുടരുകയും ചെയ്യണം. നമ്മൾ സ്വാതന്ത്ര്യത്തിനായി ഉപയോഗിച്ച ആശയങ്ങളെ എന്ത് ചെയ്യണം? പിന്തുടരുന്നതാണ് അടുത്തൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. അതായത് ഗാന്ധിജിയൊക്കെ നമ്മൾ ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചത്? നോൺ വയലൻസ് അല്ലേ? അപ്പോൾ അതൊക്കെ പിന്തുടരുന്നതാണ് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ പരമാധികാരം, ഐക്യവും അഖണ്ഡതയും എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കണം. അപ്പോൾ ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും എന്ത് ചെയ്യുക? ഉയർത്തിപ്പിടിക്കുകയും വേണം, സംരക്ഷിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ രാജ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ രാജ്യസേവനം ചെയ്യാനും, അപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് തന്നെ എടുക്കേണ്ടി വരും? നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി രാജ്യസേവനം ചെയ്യേണ്ടി വരും. ഒരു പട്ടാളക്കാരാവണമെന്നില്ല, ഓക്കെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം? രാജ്യസേവനം ചെയ്യാൻ പര്യാപ്തരും ആവണം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. പിന്നെ ഭാഷാപരമോ മതപരമോ പ്രാദേശികപരമോ ആയിട്ട് ആരെയും പാർശ്വവൽക്കരിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ അന്തരീക്ഷത്തിനെ ഹനിക്കുന്ന രീതികളെല്ലാം ഉപേക്ഷിക്കാനാണ് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത്.
പിന്നെ നമ്മുടെ പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. അതായത് പൈതൃകം ആയിട്ട് കണക്കാക്കുന്ന ഓരോ സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ താജ്മഹൽ, കുത്തബ് മിനാർ, അങ്ങനെയുള്ള ഓരോ നമ്മുടെ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുന്ന കുറേ കെട്ടിടങ്ങളുണ്ട്. അതൊക്കെ സംരക്ഷിക്കണം. അതൊന്നും കോരി വരയ്ക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുകയോ ഒന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കാടുകൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ, ഇതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ സമ്പത്താണല്ലോ, നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. സോ ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും അതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ജീവജാലങ്ങളോടെല്ലാം കരുണ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും എന്താണ് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും സമരം ഉണ്ടായി തന്നെ പൊതു സ്വത്ത് അടിച്ചു നശിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ക്രൈറ്റീരിയ. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറയുന്നത് എന്താണ്, പൊതു സ്വത്ത് സംരക്ഷിക്കാനും അക്രമം ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സുകളൊക്കെ അതിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഒരു ഓപ്ഷനിൽ വരുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ജുഡീഷ്യറിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഓർഗൻസിനെ കുറിച്ച് എഴുതാനാണ്. 3 ഓർഗൻസാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഘടകങ്ങളായിട്ടാണ് ഓർമ്മ വരിക: ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്. ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കാര്യനിർവഹണം, ജുഡീഷ്യറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതിന്യായം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെജിസ്ലേച്ചറിൽ വരുന്നതാണ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിൽ വരുന്നതാണ്. നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പാർലമെൻറ്റിൽ ഉൾപ്പെടുന്ന ആരൊക്കെ ആയിരിക്കും? ഇന്ത്യൻ പ്രസിഡന്റ്, പിന്നെ 2 ഹൗസസ്, ലോകസഭ, രാജ്യസഭ. അപ്പോൾ എന്താണ് ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇത് കൂടി ചേർന്നാണ് പാർലമെൻറ്റ്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്, നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. അടുത്ത ജുഡീഷ്യറി 3ാമത്തെ സെക്ഷനാണ് നീതി നിർവഹണ വിഭാഗം, അതായത് കോടതി. ഓക്കെ, അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഏറ്റവും വലിയ നീതിന്യായം കോടതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താ ഒരു ചീഫ് ജസ്റ്റിസും 30 അസോസിയേറ്റ് ജസ്റ്റിസുമാരും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വാച്ച് ഡോഗ്, കാവൽക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്, ജുഡീഷ്യറി അറിയപ്പെടുന്നത് തന്നെ. ഓക്കെ, വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ കോടതി സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, ജില്ലാ കോടതികളുണ്ട്, പിന്നെ താഴെത്തട്ടിലുള്ള സബോർഡിനേറ്റ് കോർട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നീതി നിർവഹണത്തിൽ അത് എഴുതി വയ്ക്കുക. അടുത്ത എക്സിക്യൂട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യനിർവഹണ വിഭാഗമാണ് പറയുന്നത്. അപ്പോൾ അതിൽ പെടുന്നതാണ് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ ക്യാബിനറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും അവരുടെ മന്ത്രിമാരടങ്ങുന്നതാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഏജൻസികളൊക്കെ അടങ്ങുന്നതാണ് കാര്യനിർവഹണം, അതായത് ഓരോ ഈ ഉണ്ടാക്കിയ നിയമങ്ങൾക്കനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ കാര്യനിർവഹണം, അതായത് ഭരണം നടത്തുന്ന ആൾക്കാരാണ് ഈ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആണ് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയും അവരുടെ മിനിസ്റ്റേഴ്സൊക്കെ അടങ്ങുന്നതാണ് ഈ എക്സിക്യൂട്ടീവ് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പാർട്ട് സിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും എല്ലാ പോയിന്റ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക.